അപ്പോൾ ഇന്നുള്ളത് മമ്മദക്കാടെ കടയിലാണ്. ഇപ്പോൾ കൊയിലാണ്ടിയിലെ വലിയൊരു സംഗീത കലാപാരമ്പര്യമുള്ള ഒരു നാടാണ് ഈ മമ്മദക്കാൻ്റെ കട എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട SMI ബാഫക്കിയുടെ വീടിൻ്റെ അടുത്ത് അവരുടെ മക്കളായ അങ്ങനെ നടന്നൊരു കടയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഉപ്പിലിട്ട കഴിക്കാൻ പോകുന്നത്. ഞാൻ കണ്ടത് അതിമനോഹരമായ ഗസൽ വിരുന്നാണ്. നമ്മുടെ പ്രിയങ്കരനായ റസാഖ് ഉസ്താദ് ഈ കൊയിലാണ്ടിയുടെ പ്രിയപ്പെട്ട സൂഫി സംഗീതജ്ഞനാണ്. അതുപോലെ തന്നെ ഖാദർകുട്ടി ഗുരുക്കൾ അടക്കമുള്ള പ്രഗത്ഭരുടെ ഒരു മണ്ണാണ് കൊയിലാണ്ടി. ആ ഒരു പാരമ്പര്യം വിളിച്ചോന്ന ഒരു വലിയ കവാലി. ഞാൻ ഇവിടെ ഉപ്പിലിട്ട കഴിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പോകണം വിചാരിച്ച ആളാണ്. പക്ഷേ ഇത് മാറി ഇവിടെ സെറ്റപ്പ് കണ്ടോ. ഇവിടെ ഈ സംഗീത കച്ചേരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപ്പിലിട്ടതും ഐശ്വര്യയും കാവയും അതുപോലെ സമൂസയും മാത്രമല്ല, നല്ല ശുദ്ധമായ സൂഫി സംഗീതം കവാലിയും മെഹ്ഫിലൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മളെ മമ്മദ്ഖാന്റെ കടയിലേക്ക് പോരുക. അപ്പം മമ്മദ്ഖാന്റെ കടയിലെ ആ ഒരു സംഗീത വിശേഷങ്ങളും രുചിയുടെ വിശേഷങ്ങളും രണ്ടും പാടെ പകർത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കോഴിക്കോട് കൊയിലാണ്ട് റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ വെച്ചാൽ മമ്മദ്ഖാന്റെ കടയിലേക്ക് പോരി നഷ്ടമാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഒരു ചരിത്ര പ്രാമുഖ്യമുള്ള ഇത് താഴങ്ങാടി എന്ന് പറയും, കൊയിലാണ്ടി താഴങ്ങാടി എന്ന് പറയും. ഈ താഴങ്ങാടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്രമുള്ളതാണ്. ആ ചരിത്രമുള്ള മണ്ണിലാണ് ഈ ഒരു കടയുള്ളത്. അപ്പോൾ നിങ്ങൾ കൊയിലാണ്ടി താഴങ്ങാട് റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മമ്മദ്ഖാന്റെ കട ചോദിച്ചാൽ മതി. കൊയിലാണ്ടി താഴങ്ങാടി ചോദിക്കണേ, കൊയിലാണ്ടി ടൗണിൽ ചോദിച്ചാലും പറഞ്ഞു മമ്മദ്ഖാന്റെ കട. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു വലിയൊരു സംഗീത സദസ്സിന്റെ ഭാഗമാകാൻ പറ്റിയത് അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒന്നാലും നമുക്ക് ആ സംഗീത കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല ഐശ്വര കാവ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പാനിപൂരിയൊക്കെ. അപ്പോൾ സൺഡേ ആണ് അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് പോയപ്പോഴാണല്ലോ സംഭവം. അവിടെ നല്ല പ്രകൃതിയായിട്ട് മെഹഫിലും സംഗീതവും കവാലിയൊക്കെ അതിനങ്ങ് ലയിച്ചു പോയി. പറ്റുമ്പോഴത്തെ കുറച്ച് നേരം വീഡിയോ എടുക്കാൻ പോലും മറന്നു പോയിട്ടുണ്ട്. പിന്നീടാണ് എനിക്കൊരു ഓർമ്മ വന്നപ്പോൾ വണ്ടിയിൽ പോയി മൈക്ക് എടുത്തു, ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തെടുത്തത്. അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടും വിചാരിക്കുന്നത്. കാരണം ഓൾഡ് ഏജിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പാടുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, അതൊരു പ്രത്യേകമായൊരു അനുഭവം തന്നെയായിരുന്നു. ഈ ഒരു വീട് എന്ന് പറയുന്നത് തന്നെ സ്വരമാധുരി എന്നാണ് ഈ വീടിൻ്റെ പേര്. ആ സ്വരമാധുരി എന്ന വീടിൻ്റെ പേര് പോലെ തന്നെ അതിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഈ കടയുള്ളത്. ഈ കട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ മമ്മദ്ഖാൻ്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം കൊയിലാണ്ടിയിലെ രുചിപ്രേമികൾക്കൊക്കെ അത്രയും ഫെയിമായിട്ടുള്ള കടയാണ്. അപ്പോൾ നമ്മൾ തന്നെ പിന്നെ വൈകുന്നേരം ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കട. ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായ റംസാൻ മാസമാണ്. റംസാൻ മാസം ഈ കട അടക്കാറില്ല. അത്രയും വെറൈറ്റി ഐറ്റംസുകളും നല്ല നല്ല നാടൻ പലഹാരങ്ങളുണ്ടാവും ഇവിടെ. അതുപോലെ തന്നെ കൂന്തൽ ഫ്രൈ ഒക്കെ ഉണ്ടാവും. അപ്പം ഇതെല്ലാം കഴിക്കാനൊക്കെ ആളുകൾ പോവും. അതിൻ്റെ കൂടെ ചില സമയത്ത് ഇങ്ങനെ സർപ്രൈസ് അടുപ്പിച്ച് കൊണ്ടിട്ട് മെഹ്ഫിലുണ്ടാവും. കാരണം അമീനും അമീൻ്റെ ഉമ്മ അമീൻ്റെ ബാപ്പ ഇവരൊരു കാലത്ത് കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു കുടുംബമായിരുന്നു. പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്തൊക്കെ ഒരുപാട് ഫാൻസ് അവർക്കുണ്ടായിരുന്നു. എനിക്കറിയാം, ഞാൻ അത്യാവശ്യം മാപ്പിളപ്പാട്ടിൻ്റെ ഫീൽഡിലുള്ള ആൾ എന്ന രൂപത്തിൽ കാസർഗോഡ് പോകുന്ന സമയത്ത് ആദ്യം ചോദിക്കുക SMI ബാഫക്കിൻ്റെ നാട്ടിൽ നിന്നാണെന്നാണ്. അങ്ങനെ വലിയൊരു കലാപാരമ്പര്യമുള്ളൊരു കുടുംബം നടത്തുന്ന കടയാകുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഗുണം അവർ കാണിക്കാതിരിക്കില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ന്യൂ ജനറേഷൻ്റെ കുറേ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും മിക്സ് ചെയ്ത് പാടുന്നത് അത് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ്. ഞാൻ ജസ്റ്റ് പോയിട്ട് നല്ല ചൂടുണ്ടായിരുന്ന സമയത്ത് ഒന്നര ഐശ്വര്യ കുടിച്ച് ഒരു ഉപ്പിലിട്ടും കഴിച്ച് വരാൻ വേണ്ടി പോയാൽ ഞാൻ ഏകദേശം 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ അതൊരു മാസ്മരികതയുണ്ട്. അവരുടെ സംഗീതത്തിൻ്റെ ഒരു മാസ്മരിക തന്നെയാണ്. ആ തബലയിലെ പെരുക്കും അതുപോലെ തന്നെ ഹാർമോണി വായിക്കുന്ന നിൽക്കുന്നുണ്ട്. കുറച്ച് ഓൾഡ് ഏജ് ആണെങ്കിൽ പോലും ഒരു യുവത്വം തുടിക്കുന്ന ഒരു ഹാർമോണി വായനയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ മറ്റേ ഗ്രാമഫോൺ എന്ന സിനിമയിൽ പിന്നെ ആ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, സലീം കുമാർ അവരൊക്കെ ഉള്ള, അതൊക്കെ ഓർമ്മ വന്നു. അതൊരു കടേൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അത് വ്ളോഗ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താ കാര്യം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് എടുത്ത് എനിക്കറിയുന്ന ആളുകളുണ്ട്. ഷൗക്കത്ത് ഖാൻ തിക്കോടി നിന്ന് വരുന്നതാണ്. അപ്പോൾ എനിക്കറിയുന്ന ഷൗക്കത്ത് ഖാനൊക്കെ. അപ്പോൾ അവരെല്ലാം കൂടിയിട്ടൊരു മജാക്കിൽ, ഞങ്ങളുടെ ഭാഷ പറഞ്ഞ മജാക്കിൽ. ഇവിടെ വേറെ ലെജൻഡും കൂടി ഉണ്ട്, ഖാലിദ് ഗുരുക്കൾ എന്നിട്ടൊരു ലെജൻഡ് കൂടി ഉണ്ട്. പുള്ളി ഇതിലെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി നല്ല തിരക്കിലാണ്. ഒരു എപ്പിസോഡിൽ എന്തായാലും ഖാലിദ് ഗുരുക്കളെ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹം എനിക്കുണ്ട്. അതുമാത്രമല്ല, ഇവിടുന്ന് എനിക്ക് കുറേ മൊഴിമുത്തുകൾ കിട്ടിയിട്ടുണ്ട്, നല്ല നല്ല പാട്ടുകൾ കുറേ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറെ ഇതാണ് അമീന്
അമീനാണ് ഈ കടൻ്റെ ഓണർ അമീനാണ് ഈ തബലയിൽ പെരുക്കുന്നത്. നല്ലോണം പാടുകയും ചെയ്യും അമീൻ്റെ ഉമ്മക്ക് ഇപ്പോൾ തൊട്ട പുറകില്ല. അമീൻ്റെ ഉമ്മയും പാടും. ഇപ്പോഴും ട്രൂപ്പിലൊക്കെ പാടാൻ പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാസർഗോഡ് ഭാഗത്തൊക്കെ ഒരുപാട് പേര് സ്നേഹിക്കുന്ന വലിയൊരു ഫാമിലിയാണ് SMI ഫാമിലി. അപ്പോൾ എനിക്കറിയാം, ഞാനൊക്കെ SMIക്ക് തങ്ങൾക്ക് പരിപാടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചാവക്കാട് ആ ഭാഗത്ത് ഞാൻ പരിപാടി കൊടുത്തു. പിന്നെ പെട്ടെന്നാണ് തങ്ങൾ നമ്മളെയൊക്കെ വിട്ടുവരുന്നത്. അത് കൊയിലാണ്ടിയുടെ കലാപാരമ്പര്യത്തിന് ഏറ്റവും വലിയൊരു അടി തന്നെയായിരുന്നു തങ്ങളുടെ മരണം എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു പാരമ്പര്യം അമീനിലൂടെ കാത്തുപോരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കച്ചവടം എത്ര വലിയ നല്ല കച്ചവടം നടക്കുന്ന പീടിയായിട്ട് പോലും ആ കല അത് വിടുവാൻ മൂപ്പർ തയ്യാറില്ല. അത് പീടിയെ കൊണ്ടുവച്ചിട്ട് ജനങ്ങൾക്ക് കൂടിയിട്ട് ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടി ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ഐശ്വര്യം വാങ്ങി കുടിച്ച് ഇവിടെ ഇരിക്കും. പിന്നീട് പാട്ടെല്ലാം കേട്ട് അടുത്തൊരു ചായ അല്ലെങ്കിൽ ഒരു കാവയ്ക്ക് പറയും, ഒരു സമൂസ കഴിക്കും. അങ്ങനെ ഇവിടെ അതിനോട് ലയിച്ച് പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇതൊക്കെയല്ല നമ്മൾ നിങ്ങളായിട്ട് കാണിക്കേണ്ടത്, നമ്മളായിട്ട് സംവദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാവരും തിമിർത്ത് പാടുക. നമുക്ക് പിന്നെ പാട്ട് എഴുതാനും അതിൻ്റെ പിറകടക്കാനൊക്കെ അല്ലാണ്ട് പാടാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ ഇവിടെ കുറിച്ച് നമുക്കും പാടാം. നിങ്ങൾക്കും പാടട്ടെ. ഇവിടെ വരുന്ന ആളുകൾ ഇവർ മാത്രമല്ല ഗായകർ. നിങ്ങളിവിടെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മൈക്കെടുത്തവരെ കൂടെ പാടാനുള്ള ചാൻസും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ പാട്ടൊക്കെ കൈമാക്കണമെങ്കിൽ ഇവിടെ വരാം. അതിനൊക്കെ അമീൻ തയ്യാറാണ്. ഇപ്പോൾ അമീനാണിത് പാടാൻ പോകുന്നത്. അമീൻ നന്നായിട്ട് പാടും, അമീൻ്റെ ഉമ്മ നന്നായിട്ട് പാടും. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു രാവ് എന്ന് പറയുന്നത് സംഗീതം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ എന്ന രൂപത്തിൽ വല്ലാതെ ഇഷ്ടപ്പെട്ട്, പ്രത്യേകിച്ച് ലെജൻഡുകളുടെ ഒരു സ്ഥലമാണ് കൊയിലാണ്ടി. പ്രത്യേകിച്ച് കൊയിലാണ്ടിയുടെ തീരപ്രദേശം എന്ന് പറയുന്നത് മാപ്പിളക്കലകൾ മാത്രമല്ല, സൂഫി സംഗീതവും കവാലിയും ഒക്കെ നിറയുന്ന ലെജൻഡുകളുടെ ഒരു സംഗമ സ്ഥലം തന്നെയാണ് കൊയിലാണ്ടിയുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. അത് ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് തന്നെ അറിയാം, ഇവിടെ മുട്ടിപ്പാട്ടെന്ന് പറയുന്നത് SMIയും അതുപോലെ തന്നെ നൗഷാദൊക്കെ ഉണ്ടായിരുന്നു. നൗഷാദ് വയൽശ്ശേരി ഭാഗത്തേക്ക് പോയി മൂപ്പരുടെ ഉമ്മയും എരമ്പിച്ച് പാത്തൂച്ചാന്ന് പറയും. ഇവരൊക്കെ ആയിരുന്നു ഇവിടെ മുട്ടിപ്പാട്ട്. ബിഫോർസിൻ്റെ പാട്ടൊക്കെ ഞാൻ കൊച്ചിൽ കുഞ്ഞുനാൾ കേട്ടതാണ്. നൗഷാദ് ഖാൻ ഇപ്പോഴും കാണാറുണ്ട്. അമീൻ്റെ വാപ്പയുടെ തന്നെ ഞങ്ങൾ കൊച്ചിലേക്ക് കേൾക്കുന്നതാണ്. ഇവർ ഗൾഫിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ഒരു പാട്ട് മാത്രമല്ല കേട്ടോ, ഗുജറാത്തി ഡാൻസും ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആ വഴിക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ വലിയ ഫ്ലക്സും അതൊക്കെ കാണാറുണ്ടായിരുന്നു. പിന്നീട് നമ്മളൊക്കെ ഈ മേഖലയിൽ എത്തിയ സമയത്തും നമ്മുടെയൊക്കെ റോൾ മോഡൽ ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ അവരെ കടയിൽ ഇങ്ങനെ ആളുകളിങ്ങനെ എൻ്റെ അപ്പോൾ ഞാൻ ഇന്നത്തിൻ്റെ പിടിച്ചിരുത്തിയതാണ്. ചില പാട്ടുകളൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ കയറി അടിപ്പാടി കളിക്കാനൊക്കെ തോന്നിപ്പോവുക. അത്രയും മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, സർഗസാഹിയാനായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഈ പുള്ളിയൊക്കെ എന്താ ലെജൻഡ് എന്നറിയോ? പുള്ളിയൊക്കെ ഈ പുള്ളിയൊന്നും ഇവിടെ ഒന്നും എത്തണ്ടില്ല, എവിടെയും എത്തേണ്ടത്. ഈ ആറുമണി വായിക്കുന്നത് ഇക്കയുടെ പേരെനിക്കറിയില്ല. ഇക്ക നന്നായിട്ട് ഇക്കയൊക്കെ പാടുമ്പോൾ നമ്മളെ പിന്നെ ഒരു പഴയ ഇന്നസെൻ്റ് ഇൻട്രസ്റ്റ് പാട്ടൊരു പാട്ടുണ്ട്, കണ്ണ് നട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കരളിലെ കരിമ്പ് തോട്ടം. ആ ഒരു പാട്ടൊക്കെ ഓർമ്മ വരിക. കാരണം ആ ഒരു ഹാർമോണിയൊക്കെ വായിച്ച അദ്ദേഹം ഒരു ഭാവം, അല്ലെങ്കിൽ ആ പാട്ടിന് കൊടുക്കുന്നൊരു ഭാവം, ഹാർമോണിൻ്റെ ആ ഫീലിംഗ് ആ പാട്ടിന് കൊടുക്കുന്ന ഭാവം ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോകണം. വൈഫ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. ആ പാട്ട് എന്ന് കയ്യിൽ നിന്ന് അന്ന് ഞാൻ വീട്ടിൽ പോകുന്ന വിചാരിച്ചിരുന്നതാണ്. അത്രയും മനോഹരമായിട്ടാട്ടോ ഈ കയ്യിലെ പാടുന്നതും. അവിടെ വരുന്ന ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. പുറത്തൊക്കെ ആൾക്കാർ, പിന്നെ എല്ലാവർക്കും ഇത് പരിചയമായത് കൊണ്ട് പ്രശ്നമല്ല. ഇപ്പോൾ ഒക്കെ പുറൻ്റെ കോലയിലേക്ക് ഇരുന്നിട്ട് ആളുകൾ ഇത് ആസ്വദിക്കുന്നുണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും SMI ബാഫയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ മുട്ടിപ്പാട്ട് മത്സരത്തിൽ ഓൾ കേരള ലെവലിൽ 2ാം സ്ഥാനം നേടിയിട്ട് ഒരു തിളങ്ങുന്ന പാരമ്പര്യത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറേ കാലം വിചാരിക്കുന്ന ഇവരെ പാട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് അതിന് സാധിച്ചു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എന്തായാലും അതിന് ദൈവത്തോട് സ്തുതി പറയുകയാണ്, ഇങ്ങനത്തെ ഒരു സമയം കിട്ടിയതിന്. കാരണം സൺഡേ ഒക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ കൂട്ടുകാരോട് കൂടെ പല യാത്രകളിലൊക്കെ ആയി പോകും. പക്ഷേ ഈ സൺഡേ എനിക്ക് എവർക്കായിട്ട് കിട്ടിയ സൺഡേ പോലെയായിരുന്നു. കാരണം ഞാൻ നല്ലോണം മനസ്സറിഞ്ഞെടുത്തു. അതുമാത്രമല്ല മൈക്കും കാര്യങ്ങൾ ഇതിന് വേണ്ട സാധനങ്ങളൊന്നും കൊണ്ട് യാത്ര ചെയ്യുന്ന ആളല്ല. പക്ഷേ എന്തോ എൻ്റെ വണ്ടിയുടെ ഡിക്കിയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വന്നു, ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാനും പറ്റി. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു സംഗീത നിശ തന്നെയെന്ന് പറയാം, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇതൊക്കെ ലെജൻസ് ആട്ടോ. ഇതെല്ലാം അസൽ ലെജൻസ് തന്നെ. കാരണം ഇവരൊന്നും പ്രൊഫഷണലായിട്ട് നമ്മൾ പല വേദികളിലും കണ്ടിട്ടുണ്ടാവില്ല. എങ്കിലും ഇവരൊക്കെയാണ് പ്രൊഫഷണലായിട്ട് വേദികളിലേക്ക് മുന്നേക്ക് വരേണ്ട ആളുകൾ. അത്രയും ഈ ചേട്ടൻ്റെ തബലയുടെ ആ ഒരു കൈയൊക്കെ വെച്ചിട്ട് പുള്ളിയാരൻ കളിക്കുന്ന ആ സംഭവം തബലയിൽ കിടന്ന് പെരുക്കും. ഇമ്മോ ഞാൻ കണ്ടതിൽ
ഏറ്റവും നല്ല മോസ്റ്റ് എനിക്ക് അത്രയും ഓൾഡ് ഏജ് ആയിട്ടുണ്ടെങ്കിലും പാട്ടിൽ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്നൊരു വ്യക്തി. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഇവരൊക്കെ എപ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം, നല്ല ആരോഗ്യത്തോടു കൂടി ദീർഘായുസോട് നിറഞ്ഞു നിൽക്കണമെന്നാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു വ്ളോഗ് ചെയ്യാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എൻ്റെ സ്കൂളിലൊരു പരിപാടിയിൽ പുള്ളിക്കാരൻ പാടാൻ ചാൻസ് ചോദിച്ചു. പാടിയപ്പോൾ മൊത്തം ആളുകളെയും കയ്യിലെടുത്തൊരു വ്യക്തിയാണത്. ഇക്കയുടെ ഒക്കെ പാട്ടിൻ്റെ ഒക്കെ ഒരു ലെവല്, ഇക്കയുടെ മാത്രമായിട്ട് ഞാനൊരു കുറച്ച് പാട്ടുകൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നന്നാക്കിയിട്ട് ഒരു ദിവസം ഒരു ഗ്യാപ്പിൽ നമ്മൾ എപ്പിസോഡ് കയറ്റണം. അതൊക്കെ അടിപൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. ഇക്കയുടെ ഒക്കെ പാട്ടിൻ്റെ ഒരു ലെവലേ. അപ്പോൾ എന്തായാലും സംഭവം പൊളിയാട്ടോ. ഇപ്പോൾ ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് നമുക്ക് സംഗീതം ആസ്വദിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഐശ്വരതി, കാവ, അതുപോലെ തന്നെ ഐശ്വര്യതൊക്കെ പല വെറൈറ്റി ഐശ്വര്യത ഉണ്ട്. അതുപോലെ തന്നെ സമൂസ, പിന്നെ കാൽമാസ്, അങ്ങനെയുള്ള പല പലഹാരങ്ങൾ. ഇതാ ഈ കടയുടെ ഈ കടയുടെ ആംബിയൻസ് ഉണ്ടോ നിങ്ങൾ? ഇത് മുഹമ്മദ് ഖാൻ്റെ കട എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ വയ്യാത്ത ആളാണ് ഈ മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞത്. പുള്ളിയായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിങ്. പുള്ളി ഇവിടെ ഉണ്ട്, പുള്ളിയാണ് ഇവിടുത്തെ ഓളിനോൾ. അമീനാണ് ഇതിൻ്റെ എല്ലാമെങ്കിലും അമീൻ്റെ നേരായിട്ട് നിൽക്കുന്നത് മുഹമ്മദ് ഖാൻ തന്നെയാണ്. മുഹമ്മദ് ഖാൻ നല്ല ഹാരമുള്ളൊരു ക്യാരക്ടറാണ്, സംസാരിക്കാൻ കഴിയില്ലെങ്കിലും നല്ല ഹാരമുള്ള ക്യാരക്ടറാണ്. മൂപ്പരുടെ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിരിയാൻ പറ്റാത്തൊരു ബന്ധം തന്നെയാണ് മുഹമ്മദ് ഖാനത്. അപ്പോൾ പുള്ളി ഇന്ന് ഇവിടെ കണ്ടിട്ടില്ല, ഞാൻ നോക്കിയിരുന്നു. ഇതാണ് ഷൗക്കത്ത് റിക്കോർഡിക്കാണ്. ഷൗക്കത്താണ് എനിക്ക് പണ്ടേ പരിചയമില്ല. കാരണം ഞങ്ങളൊന്നിച്ച് ആൽബമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മാപ്പിളപ്പാട്ട് ആൽബമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് പുള്ളിക്കാരൻ പ്രവാസ ലോകത്തേക്ക് പോയി. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഷൗക്കത്ത് ഖാനെ കാണാൻ പറ്റുന്നുള്ളത്, ഷൗക്കത്ത് ഖാൻ അവിടെ ഉണ്ടാകുന്ന അറിയില്ലായിരുന്നു. പക്ഷേ വളരെ എന്താ പറയുക, സസ്പെൻഡഡ് ആയിട്ട് തന്നെ പുള്ളിനെ എനിക്ക് കെട്ടി പുള്ളിയെ കാണാൻ പറ്റി. അത് വലിയൊരു സന്തോഷം. സത്യം പറഞ്ഞാൽ ആളുകളൊക്കെ വരുന്ന ആളുകളൊക്കെ ഇവിടെ ഇരുന്ന് പോവുക, ഇവിടെ ഇരുന്ന് പാട്ടൊക്കെ ആസ്വദിച്ച് പോവുകയാണ്. ചില ആളുകൾ അടുത്ത പാട്ടിനുള്ള പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്. എന്തായാലും ഒരു എന്താ പറയുക, ഒരു ആംബിയൻസ് മൊത്തം അടിപൊളി. കാരണം ഇവിടുത്തെ ഫുഡ് പിന്നെ ഫേമസ് ആണ്. മമ്മൂക്കാൻ്റെ കളിയുടെ ഐശ്വര്യം കാര്യങ്ങളും ഉപ്പിലിട്ടൊക്കെ ഫേമസ് ആണ്. അതിൻ്റെ കൂടെ ആ സംഗീതം കൂടി ചേരുമ്പോൾ എന്താ പറയുക, ഐശ്വര്യയുടെ ആ കുളിരും സംഗീതത്തിൻ്റെ മധുരവും ഉപ്പിലിട്ടതിൻ്റെ ആ ഒരു ഉടുപ്പ് എല്ലാം കൂടി കൂടുമ്പോണ്ടാകുന്ന ഒരു നവരസങ്ങളുടെ സംഗമവേദി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ മമ്മൂക്കാൻ്റെ കടയിലൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ മഹഫിൽ ആസ്വദിക്കാനുള്ള സുഖം എല്ലാ ദിവസങ്ങളില്ല. ചില ദിവസങ്ങളിൽ അമീൻ്റെ നമ്പറിൽ വിളിച്ചാലേ അറിയാൻ പറ്റും. ഇന്ന ദിവസമൊക്കെ ഉണ്ടാ. ഞാൻ അമീൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അമീൻ്റെ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണ് ഈ പരിപാടി ഉള്ളതെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. എന്തായാലും അമീനോട് ചോദിച്ചാൽ അമീൻ പറഞ്ഞത് നമ്മളെല്ലാവരും ഫ്രീ ആണ്, അപ്പോഴൊക്കെ ഇവിടെ പരിപാടി ഉണ്ടാവുന്ന. അതങ്ങനെ തന്നെയാണ്, ഓർക്കൊക്കെ ഫ്രീ. അമീനിപ്പം മുട്ടിപ്പാട്ടിൻ്റെ പരിപാടികളുമായിട്ട് ഇങ്ങനെ കേരളം മൊത്തം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കട നോക്കുന്നത് മുഹമ്മദ് ഖാൻ ടീമുമാണ്. രാവിലെ ആക്കെ സെറ്റപ്പ് ആയിട്ടാണ് അമീൻ പോവാറ്. അമീൻ്റെ ഉമ്മ പാടും. അമീൻ്റെ ഉമ്മ ഇപ്പോൾ ഒരു മുട്ടിപ്പാട്ട് ട്രൂപ്പുണ്ട്. പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് പയ്യന്നൂർ കേന്ദ്രീകരിച്ചൊരു മുട്ടിപ്പാട്ട് ട്രൂപ്പുണ്ട്. അതിലെ ലീഡിങ് സിംഗർ കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒരു പുരയുടെ മുറ്റത്ത് നല്ല മനോഹരമായൊരു കട. ഈ കടക്കൊരു പ്രത്യേകത ഉണ്ട്. നോമ്പിന് രാത്രിയൊക്കെ ഞങ്ങൾ 10-11 മണിക്ക് വന്നാൽ ആ വീടിൻ്റെ മുറ്റമൊക്കെ ലൈറ്റൊക്കെ ചെയ്ത് ഒരു സൂഫി മോഡലൊക്കെ ആക്കി അവിടെ ഫുള്ളൊരു കല്യാണപ്പുര പോലെ ആളുകളുണ്ടാവും നോമ്പ് 30 ദിവസം വരെ. അതിപ്പോഴും ഉണ്ട്. ആ ഒരു ലൈറ്റും പന്തലൊക്കെയാണ് നിങ്ങളെ കാണുന്നത്, പ്രകോശം കാണുന്നത്. ഒരുപാട് സാധനം ഉപ്പിലിട്ടതും അതും ഇതൊക്കെ ആയിട്ട് പലരും ഫാമിലി ആയിട്ട് പല ഭാഗത്തുനിന്ന് വരുന്നൊരു കട. അപ്പോൾ ആ കടയിൽ ഈ ഒരു സെറ്റപ്പ് കൂടി ആകുമ്പോഴേക്കും, സംഗീത സെറ്റപ്പ് കൂടി ആകുമ്പോഴത്തേക്ക് അതൊന്ന് കളറാവുകയാണ്. അപ്പോൾ ഈ ഒരു പാട്ടോട് കൂടി ഇവിടുത്തെ ഇന്നത്തെ പരിപാടി അത് അവസാനിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടുന്ന് ഐശ്വര്യയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവിടുന്ന് തൽക്കാലം ഞാനും ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്.
എന്തായാലും അവസാനിച്ചില്ല ഒരു പാട്ട് തുടരട്ടെ. എനിക്കിങ്ങനെ വീട്ടിൽ കോളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. എന്തായാലും മനോഹരമായ ഒരു എപ്പിസോഡ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റി. മുഹമ്മദ് ഖാൻ്റെ കടയിലെ ആ ഒരു രുചിയുള്ള ഉപ്പിലിട്ടതും ഐശ്വര്യതയും പലഹാരങ്ങളും അതിനേക്കാളും അപ്പുറം അതിമനോഹരമായ ഒരു സംഗീത ആസ്വാദനം കൂടി നടത്തിയിട്ടാണ് എന്തായാലും ഈ ഒരു ഒഴിവ് ദിവസം വളരെ സർഗസമ്പന്നമാക്കി തന്നെ പോകാൻ പറ്റി. എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട്